ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ബൈക്കോമേഴ്സ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പാർട്ട്ണർഷിപ്പാണ്. സോ എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ, അവർ രണ്ടുപേരും ആ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സാണ്, അല്ലെങ്കിൽ അതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ്. സോ എന്താണ് ഈ പാർട്ട്ണർഷിപ്പ്? ആരാണ് ഈ പാർട്ട്നേഴ്സ്? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ബേസിക്കലി അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് എന്താ പറയാം, ഇറ്റ്സ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ. സോ ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ who agree to share the profit or loss of a concern or a business. സോ നമ്മൾ സിമ്പിളി പറഞ്ഞ എന്താ, പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻ്റ് എന്താ, ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ്. രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലധികം പാർട്ടീസ് വന്നാലേ നമുക്ക് അവിടെ എന്തെന്ന് പറയാൻ പറ്റൂ, പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റും. പാർട്ട്ണർഷിപ്പിൽ എന്ത് വേണം, ടു ഓർ മോർ പാർട്ടീസ് വേണം. അപ്പം ആ ഒരു പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ടു മോർ പേഴ്സൺസ് എന്താ ചെയ്യുന്നത് അവിടെ, ആ ഒരു പ്രോഫിറ്റ്, ആ ഒരു കൺസേൺ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, അവരൊരു എഗ്രീഡ് പോർഷൻ അല്ലെങ്കിൽ എഗ്രീഡ് റേഷ്യോയിൽ അവരെന്തായിരുന്നു, ആ ഒരു പ്രോഫിറ്റോ ലോസ് എന്ത് ചെയ്യുന്നു, ഒരു ഷെയർ ചെയ്യുന്നു. സോ ഇവിടെ പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം സെക്ഷൻ 4 പാർട്ട്ണർഷിപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. സോ എന്താ പറയുന്നത്, അത് പറഞ്ഞാൽ എന്താ, ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ് ആണ്. അവരെന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, അവരൊരു എഗ്രീഡ് പോർഷനിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എഗ്രീഡ് റേഷ്യോയിൽ അവരെന്ത് ചെയ്യുന്നു, ആ ഒരു ഷെയർ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, അതെന്ത് ചെയ്യുന്നു, ഒരു ഷെയർ ചെയ്യുന്നു. ക്യാരിഡ് ഓൺ ബൈ ഓൾ അല്ലെങ്കിൽ എന്താ, എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഒന്നെങ്കിൽ എന്താ, എല്ലാവരും കൂടി എന്താ, ആ ഒരു കൺസേൺ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിന് വേണ്ടി എന്താ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ, ഒരാളുടെ ആ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരാളുടെ ചെയ്യുന്ന ആ ഒരു ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആവുന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണ്, ബാക്കി പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം, അത് ഈക്വലി അല്ലെങ്കിൽ അവർ എഗ്രി ചെയ്യുന്ന റേഷ്യോയിൽ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. സോ ഇനി അതിൻ്റെ അടുത്ത ഫീച്ചേഴ്സിൽ നമ്മൾ ആദ്യം പറയുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സൺസിൽ മിനിമം എത്രയാണ് പറയുന്നത്, 2 പേഴ്സൺസും മാക്സിമം എത്ര പേഴ്സൺസാണ് പറയുന്നത്, 50 പേഴ്സൺസുമാണ് പറയുന്നത്. സോ മിനിമം എത്ര പേരെങ്കിലും ഉണ്ടായിരിക്കണം, 2 പേരെങ്കിലും ഉണ്ടായാൽ മാത്രമേ നമുക്കതിന് എന്ത് പറയാൻ പറ്റൂ, പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റൂ. മാക്സിമം 50 ആണ്. പിന്നെ എഗ്രിമെൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എഗ്രിമെൻറ്റ് എന്താകാം, ഓറലും ആവാം റിട്ടേണും ആവാം. നമുക്ക് വാക്കാൽ പറയുന്ന എഗ്രിമെൻറ്റും ആവാം, അല്ലെങ്കിൽ എന്താ, നമുക്കൊരു റിട്ടേൺ എഗ്രിമെൻറ്റും ആവാം. റിട്ടേൺ എഗ്രിമെൻ്റ് ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. സോ ഒരു റിട്ടേൺ ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് ഒരു പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ട്ണർഷിപ്പിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താണെന്ന് പറയാം, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് എൻ്റെ ആ പാർട്ട്ണർഷിപ്പിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്തിരിക്കും, ആ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരിക്കും. എന്താണ് ആ ഒരു എൻ്റെ അല്ലെങ്കിൽ ഫോർ എൻ്റെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്താണ്, എൻ്റെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ പാർട്ട്നേഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എൻ്റെ പാർട്ട്ണർഷിപ്പിൻ്റെ ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ടേം ഓഫ് പീരീഡൊക്കെ എത്രയാണ്, അതെല്ലാം എന്ത് ചെയ്തിരിക്കും, ഞാൻ എൻ്റെ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്, ഞാൻ എത്ര സാലറി അല്ലെങ്കിൽ എത്ര കമ്മീഷനാണ് ഓരോ പാർട്ട്നേഴ്സിനായിട്ട് അങ്ങനെ സാലറി കമ്മീഷൻ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം. സോ എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിലും അതിൻ്റെ അകത്ത് കാണും, ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് കാണും. പിന്നെ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ ചിലപ്പോൾ എന്തായിരിക്കാം, ഈക്വലി ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ ഓരോ പാർട്ട്നേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ കാണും. ആ പ്രൊപ്പോർഷൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ലൈബിലിറ്റി അൺലിമിറ്റഡ് തന്നെയാണ്. നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലൊക്കെ പഠിച്ച പോലെ ലൈബിലിറ്റി എന്ത് തന്നെയാണ്, അൺലിമിറ്റഡ് തന്നെയാണ്. എന്താ, ഇപ്പം ആ ഒരു ലൈബിലിറ്റി ആ ഒരു ഫേമിനെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രോപ്പർട്ടിയിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ലൈബിലിറ്റി അവരെന്ത് ചെയ്യുന്നത്, ലൈബിലിറ്റി മീറ്റ് ചെയ്യുന്നത്. സോ നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, എന്തില്ല, പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. ഏതെങ്കിലും ഒരു പാർട്ട്ണറിൻ്റെ ഡെത്തോ ഇൻസൈനോ അല്ലെങ്കിൽ ഇൻസാനിറ്റോ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർ നോട്ട് കോമ്പീറ്റൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യും, ഡിസോൾവ് ആകും. പിന്നെ ഒരു പുതിയൊരു ടേമോ എഗ്രിമെൻറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു പുതിയൊരു എഗ്രിമെൻറ്റൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ അല്ലെങ്കിൽ പുതിയൊരു പാർട്ട്നേഴ്സും പുതിയൊരു എഗ്രിമെൻറ്റൊക്കെ വന്നാൽ മാത്രമേ ആ പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യുള്ളൂ, മുമ്പോട്ട് പോകത്തുള്ളൂ. അതായത് 2 പേഴ്സൺസ്, മിനിമം 2 പേഴ്സൺസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു പേഴ്സൺ എന്താ, ഇങ്ങനെ ഡെത്തോ ഇൻസൈനോ അല്ലെങ്കിൽ ആ ഒരു ഇൻസോൾവെൻ്റൊക്കെ ആകുകയാണെങ്കിൽ പിന്നെ പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയാണ്, നോൺ ബിസിനസ് ആക്ടിവിറ്റീസ് അല്ല. അതായത് മെയിൻലി അവരെന്ത് ചെയ്യുന്നു, എന്താ ഉദ്ദേശിക്കുന്നത്, ബിസിനസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മെയിൻലി ആ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഏൺ പ്രോഫിറ്റ് എന്നുള്ളതാണ്. സോ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഈ ബിസിനസ്സിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് പറഞ്ഞു, പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ,
ആ പാർട്ട്ണർഷിപ്പിൽ ഏതൊക്കെ മെമ്പേഴ്സാണോ അല്ലെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിൽ ഏതൊക്കെ പേഴ്സൺസ് ആണോ ഉള്ളത് അവരെ നമ്മൾ ഇൻഡിവിജ്വലി പാർട്ട്നേഴ്സ് എന്നും പറയും. കളക്റ്റീവ്ലി നമ്മൾ ആ പാർട്ട്ണർഷിപ്പിന് എന്തെന്നും പറയും? ഫേം എന്നും പറയും. സോ നോട്ട് ദ പോയിന്റ്. ഇൻഡിവിജ്വലായിട്ടുള്ള ആ ഒരു പേഴ്സൺസിന് നമ്മൾ എന്തെന്ന് പറയും? പാർട്ട്നേഴ്സ് എന്നും പറയും. കളക്റ്റീവ്ലി ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് അല്ലെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഫേം എന്നാണ് പറയുന്നത്. സോ ഇതാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു തിയറി എന്ന് പറയുന്നത്. എന്താണ് പാർട്ട്ണർഷിപ്പ്? അതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു. ഫീച്ചേഴ്സ് മെയിനായിട്ട് വരുന്നത് എഗ്രിമെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ എഗ്രിമെൻ്റ് റിട്ടേൺ ആണെങ്കിൽ എന്താ വരുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ എന്താ സോ നിങ്ങൾക്ക് ഇനി ഈ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താ നിങ്ങളുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങളുടേതായിട്ടുള്ള എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സജഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം താഴെ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഇനി ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്.